RDX തുടരുന്നു. ജാതി സെൻസസ് പ്രഖ്യാപിച്ചതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? ആ അവകാശവാദ യുദ്ധം കൊഴുക്കുകയാണ് രാജ്യത്ത്. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ നിരന്തര ഇടപെടലാണ് എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഭരണത്തിലിരിക്കുമ്പോൾ ജാതി സെൻസസ് നടത്താതിരുന്നവരുടെ പൊള്ളയായ അവകാശവാദം എന്നാണ് BJPയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിലും NDA ഇന്ത്യ മുന്നണികൾ തമ്മിൽ വാക്പോര് തുടരുന്നു. ഈ ക്രെഡിറ്റ് വടംവലി തുടരുമ്പോൾ ജാതി സെൻസസിൽ തുടർ നീക്കങ്ങൾ എന്ത് എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ആദ്യം RDX ആപ്പിലേക്ക് 59 സെക്കൻഡ്. പെഹൽഗാം ഭീകരാക്രമണം രാജ്യത്ത് ചർച്ചയായിരിക്കെയാണ് ജാതി സെൻസസ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിത തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. വൈകിട്ട് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനത്തിനൊടുവിലാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. പിന്നാലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. തീരുമാനത്തിന്റെ അവകാശവാദത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇന്ന് മുഴങ്ങിക്കേട്ടത്. രാഹുൽ ഗാന്ധിയുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമെന്ന കോൺഗ്രസ് അവകാശവാദം BJP തള്ളി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അടക്കം സംവരണ വിരുദ്ധ നിലപാടെടുത്തിരുന്നതായി BJP ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാതി സെൻസസിനെതിരായി നിലപാടെടുത്തത് കോൺഗ്രസ് ആയുധമാക്കി. ജാതി രാഷ്ട്രീയത്തിന്റെ വിളനിലവും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനവുമായ ബീഹാറിലും ചർച്ച ചൂടുപിടിക്കുകയാണ്. അതിനിടെ ജാതി സെൻസസ് എങ്ങനെ, എപ്പോൾ, മാർഗരേഖ എന്നിവയിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദാംശങ്ങളെല്ലാം അതിനകത്ത് നമ്മുടെ റാപ്പിലുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഈ ഹർഷൻ കുറച്ച് വിശദമായി പരിശോധിച്ചതുമാണ്. അതെ, പരിശോധിച്ചതാണ്. ഇതിനകത്ത് ഹർഷൻ, ഇത് ഈ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയം സമീപകാലത്തൊന്നും ഇന്ത്യയിലേക്ക് വരില്ല, രാജ്യത്തേക്ക് വരില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ വന്നു എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വേദിയിലടക്കം വലിയ ചർച്ചയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ അവകാശവാദ തർക്കത്തിൽ രാഹുൽ ഗാന്ധിയല്ലേ യഥാർത്ഥത്തിൽ ഇതിന് കാരണക്കാരൻ, ക്രെഡിറ്റ് വാങ്ങേണ്ടത്? അല്ല, ഇത് ഞാൻ നേരത്തെ ഇന്നലെയും പറഞ്ഞല്ലോ. അതായത് ആത്യന്തികമായി ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ ആശയങ്ങളിലൂന്നിയുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയായ വിജയം എന്നതിനെ പ്രതിരോധിക്കാൻ എന്തു മാർഗം എന്നുള്ള ആലോചനയിൽ നിന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ഇതിലേക്ക് വരുന്നത്. തൊട്ട് മുമ്പ് 2011 ഇത് നടത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്, നടന്നില്ല. 2013 നടന്ന ഈ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പുറത്തുവിടാൻ അന്നത്തെ UPA സർക്കാർ തയ്യാറായില്ല. അന്ന് ഈ സെൻസസുമായി ബന്ധപ്പെട്ട് ഈ ജാതി വിവരങ്ങൾ പുറത്തുവിടണം എന്നുള്ള ആവശ്യം ഉയർന്നപ്പോൾ അന്ന് രജിസ്ട്രാർ തന്നെ, സെൻസസ് രജിസ്ട്രാർ പറയുന്നുണ്ട് ഇതിലെ 99% വിവരവും കറക്റ്റാണ്, ഇത് നമുക്ക് പുറത്തു വിടാമെന്ന് പറയുമ്പോൾ ജയറാം രമേശാണ്, ഇപ്പോൾ ഈ ഡയലോഗ് അടിക്കുന്ന ജയറാം രമേശാണ് ഒരു കാരണവശാലും ഇത് പുറത്തുവിടാം, മന്ത്രി ജയറാം രമേശാണ് ഒരു കാരണവശാലും ഇത് പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസിന് ഇത് പുറത്തു വിടണം എന്നുള്ള അല്ലെങ്കിൽ ജാതി സെൻസസ് നടക്കണം എന്നുള്ള ഒരു താല്പര്യവും മുമ്പുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എത്രയോ വർഷക്കാലം, എത്രയോ പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ആണ്, അവർക്ക് ആ താല്പര്യം ഉണ്ടാകുമായിരുന്നു, അവർ ആ സെൻസസ് നടത്തുമായിരുന്നു, നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഹിന്ദുത്വയെ എതിർക്കണം, ഹിന്ദുത്വയാണ് തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഇവർക്ക് നൽകുന്നത്. പിന്നെ ഒരു യാഥാർത്ഥ്യം ഇപ്പുറത്ത് നിലനിൽക്കുന്നുമുണ്ട്. എന്താണ്? ഇവിടെ സാമൂഹികമായ വലിയ അസമത്വം നിലനിൽക്കുന്നു. എല്ലാവർക്കും അവർക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ഭരണതലത്തിലോ മറ്റ് ജോലിയുടെ തലത്തിലോ സാമ്പത്തികമായോ സാമൂഹികമായോ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള വസ്തുത ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന സാഹചര്യം മുന്നിലുള്ളപ്പോൾ ഇതിങ്ങനെ ഒന്ന് പരീക്ഷണം നടത്തേണ്ടതുണ്ട്. ഈ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം എനിക്കിതിൻ്റെ ആത്മാർത്ഥതയിൽ സംശയം ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടെ പറയാം. അതായത് ഇതിനു മുമ്പ് തെലങ്കാനയിലൊക്കെ നടത്തിയ സർവേ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം, ഇതിനു മുമ്പ് നടന്ന ജാതി സെൻസസുകളുടെ എല്ലാം പ്രശ്നം വിവിധ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ബീഹാറിൽ നടന്നു, ഇവിടെയൊക്കെ ഞാൻ ഇന്നലെ സനീഷിനോട് പറഞ്ഞല്ലോ, 214 ജാതികളാണ് ബീഹാറിൽ ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ പക്ഷെ കണക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? OBC ഇത്ര ശതമാനം, SC ഇത്ര ശതമാനം, ജനറൽ ഇത്ര ശതമാനം, അതിനെ തരംതിരിക്കുന്നില്ല. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? പല ചെറിയ ജാതികൾക്കും ഒരു തരത്തിലുമുള്ള പരിഗണനയും ലഭിക്കുന്നില്ല. അത്രയധികം ജാതികൾ ഇവിടെയുണ്ട്, ഈ ചെറിയ ജാതികൾക്ക് പരിഗണനയെ ലഭിക്കുന്നില്ല. അപ്പോൾ ആ കണക്ക് കൂടി വരണമെങ്കിൽ കൃത്യമായി ഓരോ സമുദായം, ജാതി എന്ന് പറയേണ്ടതില്ല, സമുദായം, അങ്ങനെ ആ സമുദായം തിരിച്ചുള്ള കണക്കുകൾ കൃത്യമായി പുറത്തുവിടേണ്ടത്. നിശ്ചയമായിട്ട് ഇതിനകത്ത്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ സംഭവത്തിൻ്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നയാളാണ്. കാരണം രാഹുൽ ഗാന്ധി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ പിന്നാലെ നിന്നില്ലായിരുന്നുവെങ്കിൽ BJPയും RSSും അവരുടെ നിലപാട് മാറ്റിയിട്ട് ഇതിലേക്ക് വരുമായിരുന്നില്ല ഞാൻ വിചാരിക്കുന്നു. അടുത്ത കാലത്ത് കോൺഗ്രസിനെ ആകെയല്ല പറയുന്നത്, രാഹുൽ ഗാന്ധി
രാഹുൽ ഗാന്ധി അതിനകത്ത് എന്താണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ടീമും കണക്കൂട്ടി ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഹർഷൻ നേരത്തെ പറഞ്ഞതിൽ അതുണ്ട്. അതായത് ഹിന്ദുത്വ എന്ന ഒറ്റ ബ്ലോക്കിനകത്തേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടുവന്നിട്ട് അതിന് അപ്പുറത്തേക്ക് അപരരായിട്ട് മുസ്ലിങ്ങളെ നിർത്തിയിട്ട് ഈ ഹിന്ദുത്വ ആവശ്യമുള്ളപ്പോഴൊക്കെ ആ സെൻറ്റിമെൻറ്റ്സിനെ പൊട്ടിച്ചുകൊണ്ട് ഈ പറയുന്ന വോട്ട് സമാഹരിച്ചെടുക്കുക, ഹിന്ദുത്വ ഒറ്റ ബ്ലോക്കായിട്ട് എടുക്കുക എന്നതാണ് BJPയുടെ എല്ലാ കാലത്തേക്കുമുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ തന്ത്രമെങ്കിൽ അതിനെ പൊളിക്കാൻ ഇതിനെ ജാതികളാക്കി ചെതറിച്ചാൽ മതി എന്ന നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് രാഹുൽ ഗാന്ധിയും ടീമും ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം കൂടെ, അതായത് പക്ഷേ അത് അങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ പെൻഡോറാസ് ബോക്സ് തുറക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഇത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെയും ഈ ജാതികളെയെല്ലാം നല്ല നിലക്ക് മാനേജ് ചെയ്തിട്ടാണ് BJP പല സ്ഥലങ്ങളിലും വിജയം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് അവരുടെ വളരെ പ്രാഥമികമായ കാര്യം തന്നെ നോക്കുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് 4 ജനറൽ സെക്രട്ടറിമാർ BJPക്ക് ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ഈ എല്ലാവരും ഉന്നത കുല ജാതിയിലെ പല ജാതികളിൽപ്പെട്ട ആളുകളാണെങ്കിൽ കുറച്ച് ആളുകളെ പുതുതായിട്ട് എടുക്കാൻ ഈ BJP മാത്രം കൊണ്ടുവന്നൊരു കാര്യം നമ്മുടെ നാട്ടിൽ 2 ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കിയതുപോലെ എല്ലാ ജാതികളിൽ നിന്നുള്ള ആളുകളെ ഈ 4 ആളുകളെ മാറ്റിയിട്ട് പുതിയ ആളുകളെ കൊണ്ടുവരലല്ല, 8 ആളുകളായിട്ട് ഇവരുടെ ഈ സംഘടനാ ബലം അങ്ങ് കൂട്ടലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ജാതിയിലും പെട്ട ആളുകൾ അവരുടെ ഹിന്ദുത്വ ഫോൾഡിനകത്ത് ഇപ്പോഴുണ്ട്. എല്ലായിടത്തും അവർക്ക് ആ സംഘടനാ സംവിധാനമുണ്ട്. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാവുകയില്ല എന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ രണ്ടുപേർക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഭാവി ലോക ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ഒന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണിത്. ഇതിൻ്റെ ഫലം എന്താണെന്ന് ഭാവിയിൽ തന്നെ അറിയാൻ പറ്റും. ഒറ്റ കാര്യമുള്ള കൂട്ടിച്ചേർക്കാനുള്ളൂ, രാഹുൽ ഗാന്ധിക്ക് ആ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ കാണാതെ പോകരുത്. അല്ല, സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ടീം എന്നും പറഞ്ഞതാണ്. അതായത് നിശ്ചയമായിട്ടും അതിനകത്തൊരു നിശ്ചയമായിട്ടൊരു ഇൻ്റലക്ച്വൽ ഹോംവർക്ക് ഉണ്ട്. അല്ലാതെ വെറുതെ കയറിയിട്ട് ഇത് ഈ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ജനറൽ സെക്രട്ടറിമാരുടെ കണക്ക് ഉദാഹരണമൊക്കെ അവരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഒറ്റ കാര്യമുണ്ട് ഹർഷൻ, അതായത് OBC മാത്രമാണ് നമ്മുടെ രാജ്യത്ത് 50% ആളുകൾ. 50% ജനസംഖ്യയിൽ OBC ആണ്. ഈ ശരാശരി ഒരു 80% OBC കണക്കാണ് മുസ്ലിം എല്ലാം ചേർന്ന് അത് ഉന്നത കുല ജാതിക്കാർ ഒരു 20-25% ആളുകൾ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. ഉന്നത കുല ജാതിക്കാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ എന്നതൊരു കോമൺ സെൻസിൻ്റെ ഫാക്ടറാണ്. പലരും അത് എഴുതിയത് ഞാൻ കോട്ട് ചെയ്തതന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏത് നിലക്കാണ് ഇത് കാര്യങ്ങൾ വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇത് രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ കണക്ക് കൂട്ടുന്ന പോലെ വരുമോ? ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചതിനുള്ള കണക്ക് കൂട്ടൽ BJPക്ക് ഫലമായിട്ട് വരുമോ നമുക്കറിയില്ല. എന്താണ് ഈ സർവേയുടെ ഡിസൈൻ എന്നുള്ളത് ആദ്യം പ്രധാനമായി നമുക്ക് അതിനെക്കുറിച്ച് ഇനി പറയാം. അതെ, ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ ജാതി സെൻസസ് നടക്കാൻ പോവുകയാണ്. അതെന്ന്, എപ്പോൾ എന്നെല്ലാം ചോദ്യമുണ്ട് എന്നത് വേറെ കാര്യമാണ്. ജാതി അടിസ്ഥാനത്തിൽ കണക്കെടുത്ത് രാജ്യത്തിൻ്റെ വിഭവ വിതരണം പുനഃക്രമീകരിക്കണം എന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് 1931 ജാതി സെൻസസ് നടത്തിയതിനു ശേഷം അത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ കോൺഗ്രസ് സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല എന്ന BJP വിമർശനത്തിനും നല്ല പ്രസക്തിയുണ്ട്. എന്തു തന്നെയായാലും കേന്ദ്ര സർക്കാർ സെൻസസ് പ്രഖ്യാപനം നടത്തിയ സ്ഥിതിക്ക് കുറ്റമറ്റ രീതിയിൽ വേഗത്തിൽ അത് നടപ്പാക്കണം. ശരിയായ രീതിയിൽ അങ്ങനെ സംഭവിച്ചാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവം അതായിരിക്കുമെന്ന കാര്യത്തിൽ RDXന് സംശയമില്ല.